Hi friends, welcome to our channel. ഇന്ന് നമ്മൾ ഓവൻ യൂസ് ചെയ്യാതെയുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, കോഴിമുട്ട 2 എണ്ണം, വെജിറ്റബിൾ ഓയിൽ 1/3 കപ്പ്, പൗഡേർഡ് ഷുഗർ 1/2 കപ്പ്, ബട്ടർ മിൽക്ക് 1/2 കപ്പ്, കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ, വാനില എക്സ്ട്രാക്റ്റ് 1 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ചോക്കോ ചിപ്സും. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ചേർക്കാം. അതായത് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, പഞ്ചസാര, കോഫി പൗഡർ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് പിന്നെ കോഴിമുട്ടയും വെജിറ്റബിൾ ഓയിലും ബട്ടർ മിൽക്കും വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് സിലിക്കോൺ കപ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ പേപ്പർ കപ്സ് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വെച്ചാൽ മതി, അത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത് വെച്ചതിന് ശേഷം അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഫുൾ ഒഴിക്കരുത്, ഒരു 1/3 ഭാഗം ഒഴിച്ചാൽ മതി. അതിനുശേഷം അതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ട്രേ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. നമ്മൾ ഓവൻ യൂസ് ചെയ്യുന്നില്ല, കടായിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ കടായി ഒന്ന് സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കണം 10 മിനിറ്റ്. എന്നിട്ട് അതിലേക്ക് ഈ കേക്കിൻ്റെ ട്രേ ഇറക്കി വെക്കുക. ആ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഈ കടായി ക്ലോസ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ആ സിലിക്കോൺ കപ്സ് ഒന്ന് റിമൂവ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബട്ടർ 1/2 കപ്പ്, കൊക്കോ പൗഡർ 1/3 കപ്പ്, സോൾട്ട് 1/4 ടീസ്പൂൺ, ഷുഗർ 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ഹെവി ക്രീം 2 ടേബിൾ സ്പൂൺ. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ബട്ടർ ഇടുക. ബട്ടർ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് കൊക്കോ പൗഡറും സോൾട്ടും ആഡ് ചെയ്യുക. പിന്നെ കുറച്ചായിട്ട് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് തന്നെ വാനില എക്സ്ട്രാക്റ്റും ഹെവി ക്രീമും കൂടെ ആഡ് ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കപ്പ് കേക്ക് ചൂട് ആറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിലുള്ള ചോക്കോ ചിപ്സൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.